കൊച്ചു പെണ്ണെ കൂയില്ലല്ലേ കുട വേണം കുഴൽ വേണം കുറവ വേണം ശരി, നമുക്ക് ഇതേ വൈബോട് നമ്മുടെ ആദ്യത്തെ കലാപരിപാടിയിലേക്ക് കടക്കാം. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഗുണവേറില്ലാത്ത മനോഹരമായ ദേവി മാവേലി അവതരിപ്പിച്ച ഈ സമസ്തയെ ഞാൻ പ്രത്യേകം അവതരിപ്പിക്കുന്നു. സമിതിയുടെ പ്രസിഡന്റ് ശ്രീ ജോർജ് തോമസ് സർ, ജനറൽ സെക്രട്ടറി ശ്രീ ഹരിദാസ്, ട്രഷറർ കെ സുരേഷ്, നമ്മുടെ ബഹുമാനപ്പെട്ട MP ബെന്നി ബഹനാൻ സാർ, ബഹുമാനപ്പെട്ട MLA അരുൺകുമാർ സർ, നമ്മുടെ വിശാഖപട്ടണം MLA PVGR നായിഡു, വൈസ് പ്രസിഡന്റ് 1, വൈസ് പ്രസിഡന്റ് 2 NM പിള്ളെ, ശ്രീകുമാർ, ജോളി തോമസ്, ശ്യാംജിത്ത്, വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പ്രസിഡന്റ് SG വിജയകുമാർ, SNDBയുടെ പ്രസിഡന്റ് PG മോഹൻകുമാർ സാർ, NSSൻ്റെ പ്രസിഡന്റ് സത്യനാഥൻ പിള്ള സാർ, BMWMയുടെ പ്രസിഡന്റ് വർഗീസ് സാർ ആൻഡ് കൈരളി ആർട്സ് ക്ലബിൻ്റെ പ്രസിഡന്റ് ശശിധരൻ സാർ, എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യും. സമിതിയുടെ പ്രാർത്ഥനാകാലം ആലപിക്കുന്നതിന് വേണ്ടി ശ്രീമതി കലായസിലെ സ്വാഗതം ചെയ്യും. മാനവ സ്നേഹത്തിൻ ദീപം കൊളുത്തി കാലത്തിനൊരു പൂപ്പന്തലായി നിൽക്കുമീ കേരള കലാസമിതി വളരണം നാൾക്കുനാൾ. കലയുടെ കാൽത്തള നാദം കേട്ടുണരുന്ന കൈരളി പൊന്നുണ്ണി മക്കൾ നമ്മൾ. ശ്രീഗാനം പല്ലവി പാടുമേ നമ്മൾ. ശ്രുതിയൊന്ന് സ്വരമൊന്ന് താളവുമൊന്ന് സംഗീത സാഹിത്യ നൃത്തരംഗങ്ങളിൽ സുരഭിലയായി നിൻ തങ്കച്ചിലമ്പൊലി നാദമായി സ്വരമേളങ്ങളായെന്നും നിറവഴിഞ്ഞൊഴുകണം ഈ കലാകേരളം. നിറവഴിഞ്ഞൊഴുകണം ഈ കലാകേരളം. സമിതിയുടെ ബഹുമാനനായ പ്രസിഡന്റ് ശ്രീ ജോർജ് തോമസ് സാറിനെ വളരെ ബഹുമാനപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുരേഷിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സഹോദര സംഘടനയായ കൈരളി ആർട്സ് ക്ലബിൻ്റെ ബഹുമാനായ പ്രസിഡന്റ്
ശ്രീ ശശിധരൻ പിള്ള സാറിനെ ബഹുമാനപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വിശാഖ മലയാളി വെൽഫെയർ അസോസിയേഷന്റെ പ്രസിഡന്റ് ബഹുമാനായ ശ്രീ KP വർഗീസിനെ ബഹുമാനപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കുടുംബാംഗവും നമ്മുടെ എല്ലാ അഭിമാനവും കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് LKS മെമ്പർ മലയാളം മിഷന്റെ ആന്ധ്ര ഘടകം സെക്രട്ടറി നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ശ്രീമതി നന്ദിനി മേനോനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. LKS മെമ്പർ AMAയുടെ ആന്ധ്ര ഘടകം പ്രസിഡന്റ് മലയാള മിഷൻ മേഖല ചെയർമാൻ കലാസമിതിയുടെ എക്സ് പ്രസിഡന്റ് ഇപ്പോഴത്തെ കൾച്ചർ സെക്രട്ടറി അത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ എനിക്ക് തന്നെ സ്വാഗതം പ്രത്യേകിച്ച് പറയുന്നില്ല. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടി വളരെ ചെറുപ്രായത്തിൽ തന്നെ കേരള നിയമസഭയിലെത്തിയ മാവേലിക്കരയുടെ വികസനത്തിന് നേതൃത്വം വഹിക്കുന്ന നമ്മുടെ MLA, വളരെ ചെറുപ്പക്കാരനായ MLA എന്ന് വേണമെങ്കിൽ പറയാൻ, സുന്ദരനായ MLA നമ്മുടെ MS അരുൺകുമാർ സാറിനെ വളരെ ബഹുമാന പുരസ്സരം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ഞങ്ങളുടെ നാടിൻ്റെ MLA എന്ന് പറയുന്നതിൽ വളരെ അഭിമാനം. ഗവൺമെന്റ് ഓഫ് AP-യുടെ ചീഫ് വിപ്പുമായ ശ്രീ PVG നായിഡുകാരനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ PVG നായിഡു സാർ 16 തൃക്കാക്കര MLA, 17 വർഷം KPCC ജനറൽ സെക്രട്ടറി, ഇപ്പോൾ ചാലക്കുടിയുടെ പ്രിയങ്കരനായ MP, കോൺഗ്രസിന്റെ സമുന്നത നേതാവ് ശ്രീ ബെന്നി ബെഹനാൻ സാർ MBA വളരെ ബഹുമാന പുരസ്സരം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജനറൽ സെക്രട്ടറി ശ്രീ ഹരിദാസ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. ആദരണീയനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശ്രീ ജോർജ് തോമസ്, ട്രഷറർ ശ്രീ KK സുരേഷ്, LKS മെമ്പർമാരായ ശ്രീ NM പിള്ള അവർ, LKS മെമ്പറും സാഹിത്യ അക്കാദമി ജേതാവുമായ ശ്രീമതി നന്ദിനി മേനോൻ, വേദിയിലും സദസ്സിലും സന്നിധിതരായ വിശിഷ്ടാതിഥികളെ, നമ്മുടെ സ്വന്തം ജനപ്രതിനിധികളായ ചാലക്കുടി മണ്ഡലത്തിലെ MP ശ്രീ ബെന്നി ബെഹനാൻ സാർ, മാവേലിക്കര മണ്ഡലത്തിലെ MLA ശ്രീ MS അരുൺകുമാർ സാർ, അതേപോലെ തന്നെ നമ്മുടെ വിശാഖപട്ടണം നോർത്ത് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി MLA ആൻഡ് ചീഫ് വിപ്പ് ഗവൺമെൻറ് ഓഫ് AP ശ്രീ PVGR നായിഡു ഗാരു, പ്രിയപ്പെട്ട സമിതി അംഗങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സ്നേഹമുള്ള കുട്ടികളെ, ഇന്നത്തെ ഈ മഹോത്സവ വേദിയിൽ എല്ലാവരെയും ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് വലിയ സന്തോഷം അനുഭവപ്പെടുന്നു. ഓണത്തിൻ്റെ മഹത്വം, കേരളത്തിൻ്റെ ആത്മാവായ ഓണം ഒരു ഉത്സവം മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൻ്റെ സ്നേഹവും ഐക്യവും സമത്വവും ആഘോഷിക്കുന്ന ദിനവും കൂടിയാണ്. വേദിയിലിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ അതിഥികൾ, നമ്മുടെ MP ബെന്നി ബെഹനാൻ സർ, അതുപോലെ നമ്മുടെ അടുത്ത അസംബ്ലി സെഗ്മെന്റിൽ MLA ആയിരിക്കുന്ന നായിഡുകാർ, നമ്മളൊക്കെ എല്ലാവരും ശുഭമായി വിളിക്കുന്ന ഗണബാബു സാർ, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് എത്തിയ മാവേലിക്കര MLA അരുൺകുമാർ സാർ, ലോ കേരള സഭാ മെമ്പേഴ്സ്, കലാസമിതിയുടെ ഭാരവാഹികളെ, മുൻ ഭാരവാഹികളെ, നമ്മുടെ വിശാഖപട്ടണം കേരള കലാസമിതിയുടെ കുടുംബാംഗങ്ങളെ, അതുപോലെ തന്നെ നമ്മുടെ വിശിഷ്ടരായ പലരും നമ്മുടെ സദസ്സിലും ഇരിപ്പുണ്ട്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.
കേരള കലാസമിതിയുടെ പ്രവർത്തനങ്ങളെ പറ്റി അല്പസമയം പറയുന്നതിന് മുമ്പ് നമ്മുടെ ഗണബാബു സാറിന് വളരെ అత్యావశ్యമായിട്ട് వేറొక పరిപാടികളുള്ള తెలుగు చాలా వరకు అర్థం అవుతుందేమో ఓకేనా? మా బెన్నీ గారికి అరుణ్ గారికి తర్వాత మీరు ట్రాన్స్లేట్ చేయండి. ఎంపీ గారు వచ్చారు, అరుణ్ గారు వచ్చారు. చాలా సంతోషం ఇలా ఓనం ఫెస్టివల్లో ఆకేషన్లో నన్ను కూడా ఇక్కడ ఇన్వైట్ చేసినందుకు. ఓనం అనగానే ఒక కేరళ కల్చర్, ఒక ట్రెడిషన్ మనకి గుర్తుపడుతుంది. രജിസ്റ്റർ ചെയ്യപ്പെട്ട് നമ്മൾ ഇപ്പോൾ രജത ജൂബിലിയും കഴിഞ്ഞ് മുമ്പോട്ട് പോവുകയാണ്. വളരെയധികം മലയാളി സംഖ്യകൾ, മലയാളി ജനങ്ങൾ ഉണ്ടായിരുന്ന വിശാഖപട്ടണത്ത്. എന്നാൽ ഇപ്പോൾ പൊതുവെ മലയാളികളുടെ അംഗസംഖ്യ കുറഞ്ഞു വരികയാണ്. എന്നിരുന്നാലും മലയാളികൾ കൂടുന്നിടത്തൊക്കെ ആഘോഷിക്കപ്പെടുന്ന ഒരു ഉത്സവമാണല്ലോ ഓണം. അതുകൊണ്ട് കേരള കലാസമിതിയും ആ ഒരു സംരംഭത്തിൽ ഒട്ടും പിറകിലല്ല. വർഷങ്ങളായിട്ടുള്ള നമ്മൾ പടുത്തുയർത്തിയ, നമ്മൾ സ്വന്തമാക്കിയതും പിന്നീട് പടുത്തുയർത്തിയതും ഹുദൂദ് എന്ന കൊടുങ്കാറ്റിൽ കവർന്നതിന് ശേഷം വീണ്ടും ഇതിനെ ഇത്രയൊക്കെ കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ആഘോഷിക്കുന്നതിൻ്റെ രഹസ്യം വിശാഖപട്ടണത്തെ മലയാളികളുടെ കൂട്ടായ്മ തന്നെയാണ്, അന്യോന്യം മനസ്സിലാക്കാനുള്ള കഴിവ് തന്നെയാണ്. ഇത് ജാതിമത ഭേദ വ്യത്യാസങ്ങളൊന്നും കൂടാതെ തന്നെ നമ്മുടെ പരിപാടികളൊക്കെ അവതരിപ്പിക്കുവാനും. അടുത്തതായി നമ്മുടെ ബഹുമാനപ്പെട്ട MP ശ്രീ ബെന്നി ബഹനാൻ സാറിന് ഓണസന്ദേശം നിങ്ങളോട് സംവദിക്കാനും വേണ്ടി ക്ഷണിക്കുകയാണ്. ജോർജ് തോമസ്, തീരുമാനമായ സുഹൃത്ത് സഹപ്രവർത്തനമായ മാവേലിക്കര MLA ശ്രീ അരുൺകുമാർ, ശ്രീ K. ഹരിദാസ്, ശ്രീ NM പിള്ളൈ, ശ്രീമതി നന്ദിനി മേനോൻ, ശ്രീ നന്ദി മേനോൻ, ശ്രീ അരുൺകുമാർ, ഇവിടെ സന്നിധരായിരിക്കുന്ന ഒട്ടേറെ വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട ബഹുമാനികളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, ആദ്യമായി വിശാഖപട്ടണത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കളോടൊപ്പം ഈ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം, സംതൃപ്തി നൽകുകയാണ്. കേരളത്തിലെ ഓണം സാധാരണ 4 ഓണം കഴിയുമ്പോൾ കേരളത്തിലെ ഓണാഘോഷ പരിപാടി അവസാനിക്കും. പക്ഷെ കേരളത്തിൽ പുറത്ത് ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുള്ള ഓണാഘോഷ പരിപാടികൾ മാസങ്ങളോളം നടന്നു. വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ ഡിസംബർ വരെ ഓണാഘോഷ പരിപാടികൾ തിരക്കുകയാണ്. ഞങ്ങളൊക്കെ ഓണം നാട്ടിൽ ആഘോഷിച്ചതാണ്. അടുത്തതായി നമ്മുടെ മാവേലിക്കര MLA ബഹുമാനപ്പെട്ട ശ്രീ MS അരുൺകുമാർ അവരെ ക്ഷണിച്ചുകൊള്ളു. എന്താണ് പ്രസംഗിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വലിയ ചിന്തയായിരുന്നു. ഓണം ആഘോഷത്തിൻ്റെ ഭാഗമായി കടന്നു വരുമ്പോൾ ദീർഘമായൊരു പ്രസംഗം വേണോ വേണ്ടയോ എന്നുള്ള നിലയിൽ പല നിലത്തിലാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയത്. ഇന്നലെ ഉച്ചയ്ക്ക് ഇവിടെ എത്തിയതിന് ശേഷം ഒരുപാട് പേർ, വീടിനടുത്തുള്ളവർ, ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് വീടിനകലെ നന്മ നിലനിർത്താൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാവേലി നാടുവാണീടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, ആമോദത്തോടെ വസിക്കും കാലം ആപത്തൊന്നും ആർക്കുമട്ടില്ലതാൻ. ഈ 4 വരികൾക്കിടയിലുണ്ട് നമ്മുടെ കാഴ്ചപ്പാട്. മഹാബലി നാടുവാണെന്ന കാലത്ത് എല്ലാവരും ഒരുപോലെയാണ്.
സന്തോഷത്തോടെ കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരിടത്ത് ആപത്തുകളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു വലിയ സാമൂഹിക സാഹചര്യത്തെക്കുറിച്ച് പറയും. ഭൂതവും ഭാവിയും വർത്തമാനവും എന്ന് നമ്മൾ പറയാറ്. ഇങ്ങനെയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞങ്ങളുടെയൊക്കെ ഭാഷയിൽ ചിലപ്പോൾ അത് പ്രാകൃത സോഷ്യലിസം എന്നൊക്കെ വേണം ഞങ്ങൾ പറയാം. പക്ഷെ ഞാൻ അതിലേക്കൊന്നും ഈ അവസരത്തിൽ കടന്നു പോകുന്നത്. അതിനുശേഷം വർത്തമാനകാലത്ത് ആ ഓർമ്മകൾ നമ്മൾ ഏറ്റെടുക്കുകയും ഭാവിയിൽ അത് സ്വപ്നം കാണുകയും ചെയ്യുന്നൊരു നല്ല ഇടമാണ്. തൃക്കാക്കരയെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ഞങ്ങളുടെ നാടിനെ സംബന്ധിച്ച് രണ്ടാണ്. ഒന്ന് മാവേലിയുടെ പേര് ചേർന്ന മാവേലിക്കരയും, ഓണമൂട്ടിയ കര എന്നുള്ള നിലയിൽ ഓണാട്ടുകരയും ചേർന്ന് വരുന്ന രണ്ടുമുണ്ട്. ഈ കൊയ്ത്തുത്സവത്തിൻ്റെ കാര്യമൊക്കെ ഇവിടെ പറഞ്ഞു. ഒരു പഞ്ഞമാസം കഴിഞ്ഞ് ചിങ്ങമാസം തുടങ്ങുന്ന കാലം, കർക്കിടകം കഴിഞ്ഞ് വരുന്നത് വലിയ കാലം. ആരെയെല്ലാമാണ് ചേർത്ത് വെക്കുന്നതെന്ന് തിരുവോണത്തലേന്ന് ഈ ഉത്രാടപ്പാച്ചിൽ എന്നൊക്കെ പറയും. പക്ഷേ പഴയ കാലത്ത് അരിമാവിൽ കൈമുക്കി നമ്മുടെ ഭിത്തിയിൽ കടകിൽ കൈ ഇങ്ങനെ പതിപ്പിക്കുമാണ്. അടുത്തായി നമ്മുടെ ബഹുമാനപ്പെട്ട LKS മെമ്പർ ശ്രീ NM പിള്ളയെ അവർ സംസാരിക്കുന്നതായിരിക്കും. സർ, സദസ്സിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നമസ്കാരം. ഞാൻ ഒത്തിരി സംസാരിക്കുന്നില്ല കേട്ടോ, കാരണം ഞാൻ എൻ്റെ കൾച്ചറൽ സെക്രട്ടറി കൂടെ ആയതുകൊണ്ട്. കാരണം നല്ല പരിപാടികൾ നമ്മുടെ ബഹുമാനപ്പെട്ട MPയും MLA ഒക്കെ ഞങ്ങളുടെ കുട്ടികളുടെ നല്ല പരിപാടി കാണിച്ചു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടിയാണ്. നല്ല തിരുവാതിര എല്ലാം ഉണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ ഓണം എന്ന് പറയുന്നത് നല്ല ഭക്ഷണം കിട്ടുന്ന, നല്ല കുപ്പായങ്ങൾ കിട്ടുന്ന, ഏറ്റവും പ്രത്യേകിച്ച് പറഞ്ഞാൽ പഠിക്കേണ്ടാത്ത, ഒരു 10 ദിവസം പഠിക്കാനേ പോകണ്ട അങ്ങനെ ഒരു സുഖകരമായ ഒരു കാലമായിരുന്നു. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് എന്ന് പറയുന്നത് ഇന്നെല്ലാം നമ്മൾക്ക് എന്നും ഓണമാണ്. അന്ന് പഴയ കാലത്തൊക്കെ ഭയങ്കര ഇന്നത്തെ പോലുള്ള സമൃദ്ധമായ ഭക്ഷണങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സമയത്ത് ഈ ഓണം വരുമ്പോഴാണ്. ഇപ്പോൾ എൻ്റെ അയലത്തൊരു ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടൻ എപ്പോഴും പറയുന്നത് 4 കടുക് പോകണമെങ്കിൽ ഓണം വരണമെന്ന്. വയറ്റിലേക്ക് 4 എന്ന് വെച്ചാൽ കടുക് കൊടുത്ത ആഹാരങ്ങൾ പോലും ഒന്നും ഓണ സമയത്തായിരുന്നു. അതുപോലെ മണമുള്ള സോപ്പുകൾ തേച്ച് കുളിക്കുന്ന ഒരു കാലഘട്ടം. അത് ഞാൻ ഈ ഒരു 50-60 വയസ്സുള്ളവർക്ക് പറഞ്ഞാൽ അതറിയാം. കാരണം അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ വളർന്നത്. അതാണ് ആ ഓണത്തിൻ്റെ ഒരു സന്തോഷം. ഏറ്റവും സന്തോഷമായ ഇതായിരുന്നു സ്കൂളിൽ പോകണ്ട എന്നുള്ളത്. പഠിക്കാൻ ആരും പറയത്തില്ല, ധാരാളം കളിക്കാം. അങ്ങനെയൊക്കെയുള്ള കാലഘട്ടത്തിൽക്കിടെയാണ് ഞങ്ങൾ കളർപ്പെടുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ സാഹിത്യ അക്കാദമി അവാർഡ് വിന്നറും LKS മെമ്പറുമായ ശ്രീമതി നന്ദിനി മേനോൻ സംസാരിച്ചിട്ടുണ്ട്. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമുക്ക് വീണ്ടും ഇങ്ങനെ ഒരിക്കൽ കൂടെ കൂടാൻ കഴിയുന്നതിലും ഇങ്ങനെ ഒന്നിച്ചിരിക്കാൻ കഴിയുന്നതിലും ഒരുപാട് സ്നേഹം, ഒരുപാട് സന്തോഷം. നഷ്ടപ്പെട്ട ഒരുത്തനെ, നിഷ്കാസിതനായ ഒരുത്തനെ, പരാജയപ്പെട്ട ഒരാളെ, സ്ഥാനഭ്രഷ്ടനാക്കിയ ഒരാളെ നമ്മൾ കൊണ്ടാടുന്നത് പോലെ എവിടെയെങ്കിലും കൊണ്ടാടുന്നുണ്ടോ എന്നാണ് എൻ്റെ യാത്രാ വഴികളിൽ ഞാൻ ഒരുപാട് അന്വേഷിച്ചിരുന്നത്. നിങ്ങൾക്കറിയാം, എൻ്റെ യാത്ര എന്ന് പറയുമ്പോൾ അതൊരു ഇറങ്ങിപ്പോക്കാണ്. ആ ഇറങ്ങി നടത്തങ്ങളിൽ അപ്രതീക്ഷിതമായി ദണ്ഡകാരണ്യത്തിലെത്തുകയും നമ്മൾ പറയുന്ന ബസ്തർ, അവിടെ ഞാൻ കണ്ടു ഇതിൻ്റെ ഒരു തുടർച്ച. ഓണം പോലൊരു ആഘോഷമല്ല പറയുന്നത്. അവിടെ ബാർസൂർ എന്നൊരു സ്ഥലമുണ്ട്, ഒരു വലിയ പ്രദേശമുണ്ട് ബാർസൂർ. ബാർസൂർ എന്ന് പറഞ്ഞാൽ ബാണാസുരഘർ എന്നത് ലോപിച്ചുണ്ടായതാണ്. ആരാണ് ഈ ബാണാസുരൻ എന്ന് ആലോചിക്കുമ്പോഴാണ് മഹാബലിയുടെ പുത്രനാണ് ബാണാസുരൻ. അദ്ദേഹം പുരാണങ്ങളിലൊക്കെ പറയുന്ന ദണ്ഡകാരണ്യം എന്ന ബസ്തർ എന്ന ഛത്തീസ്ഗഡിലെ ആ ഒരു ഭാഗത്ത് ഒരു വലിയ സാമ്രാജ്യം സ്ഥാപിക്കുകയും അതീവ മഹത്തരമായ ഒരു സാംസ്കാരിക പാരമ്പര്യമുള്ള ഒരു സ്ഥലമായി, അതിമനോഹരമായ വാസ്തുശില്പകലയുടെ ഒരു ലോകമായി അത് മാറ്റുകയും ചെയ്തു. ഇന്നും നമ്മൾ ബാർസൂറിലൂടെ പോകുമ്പോൾ
ബാണാസുരൻ്റെ എന്ന് പറയുന്ന ഒരുപാട് അവശിഷ്ടങ്ങൾ അവിടെ കാണുന്നു. മിത്തായിക്കോട്ടെ, ഒരു കഥയായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. നമ്മൾ അങ്ങനെ പറയുന്നില്ലേ മഹാബലിയെക്കുറിച്ച്? നമുക്കറിയില്ലല്ലോ സത്യമൊന്നും. അതൊരു മിത്താവാം, അതൊരു അതിമനോഹരമായ കഥയാവാം, ഒരുപക്ഷെ നമ്മുടെ അത്യാഗ്രഹമാവാം. എങ്കിലും അതുപോലെ ദണ്ഡകാരണ്യത്തിലെ ഗോത്രവാസികൾ കൊണ്ടാടുന്ന ബാണാസുരൻ നമ്മുടെ പ്രിയ മഹാബലിയുടെ പുത്രനാണ് എന്ന അറിവിൽ അവിടുത്തെ ഒരു ഗോത്രപൂജാരി, ഷമൻ എന്ന് പറയും അവരെ, ഗോത്രവർഗത്തിലെ പൂജാരികളെ, അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ ബാണാസുരനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ? വിശാഖ മലയാളി അസോസിയേഷൻ വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ വർഗീസ് അവരുടെ ക്ഷണിച്ചു. കലാസമിതി പ്രതിനിധിയുടെ മുഖ്യ അതിഥികളായിരിക്കുന്ന നമ്മുടെ ചാലക്കുടി MP ബെനിവരാൻ സാർ, അമേരിക്കര MLA അരുൺകുമാർ സാർ, മറ്റ് സംഘടനാ പ്രതിനിധികൾ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ വിശാഖത്തെ മലയാളികൾക്ക് വളരെ സന്തോഷകരമാണ്. ഒരു മാസക്കാലമാണ് നമ്മുടെ ഓണം ആഘോഷിക്കുന്നുണ്ട്. 3 സംഘടനകളുണ്ട്. 3 സംഘടനകൾ കൂടാതെ ഒരു ചതദിനം കൂടി 7-ാം തീയതി ആയിരുന്നു. മൊത്തത്തിൽ നമ്മൾ ഒരു മാസം നമ്മുടെ പ്രജകളെ കാണുന്നതിനായി നമ്മുടെ ഹാളിൻ്റെ ഉൾവശത്തേക്ക് വരുന്നതായിരിക്കും. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇപ്പോഴും
ഇത്ര കാലമേറെയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ നോവുള്ളത് വളരെ സന്തുഷ്ടമാണ്. പിന്നെ ഇവിടെ കയറി വരുമ്പോൾ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനാഗീതം കേൾക്കേണ്ടായി. ജാതി മത വർണ്ണ ഭേദമന്യേ എല്ലാവരും സോദരത്തേന നമ്മുടെ ഭരണകാലത്ത് നടന്നിരുന്ന പോലെ വാഴുന്ന ഒരു സമൂഹമാണ് നമ്മുടെ മുന്നിൽ ഉപവിഷ്ടരായിരിക്കുന്നതിൽ നിന്ന് ഞാൻ അഭിമാനിക്കുന്നു. അതിലേറെ ഇവിടെ പുതിയ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങി. നമ്മൾ പാതാളത്തിലേക്കാണോ കയറി ചെല്ലുന്നതെന്ന് തോന്നി. കൂടുതൽ ശൈത്യം അനുഭവപ്പെടുന്നു. ഈ പുതിയ ശീതീകരണ മന്ദിരത്തിന്റെ അണിയറയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. മാത്രമല്ല ഈ പരിപാടി ഇത്രയും ഗംഭീരമാക്കാൻ പ്രയത്നിച്ച ഈ കേരള കലാസമിതിയുടെ സംഘാടകർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഇത്തവണ നാട്ടിലെ ഓണം വളരെ ഗംഭീരമായിരുന്നു. പക്ഷേ ചില കാര്യങ്ങൾ നമ്മളെ അലോസരപ്പെടുത്തി. പുതുതലമുറകൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്നുണ്ടോ എന്നൊരു ആശങ്ക. നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നാടിനെ അറിയുന്ന, നാട്ടുകാരെ അറിയുന്ന, നാടിന്റെ ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അതിനാൽ ഒന്നായിടുക, കൈകൾ കോർക്കുക, ഒന്നിച്ചൊന്നായി മുന്നേറാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഓണാശംസകൾ. നന്ദി. സ്കോളർഷിപ്പ് ലഭിച്ച വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കളോടൊപ്പം സ്റ്റേജിലേക്ക് വരണം. CBSE 10th സ്റ്റാൻഡേർഡ് പ്രണവ് കെ സ്കോളർഷിപ്പ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കണ്ണൻ എന്റർപ്രൈസസ് മെറിറ്റ് സ്കോളർഷിപ്പ് SJ വിജയകുമാർ. സ്കോളർഷിപ്പ് നൽകുന്നതിനായി SJ വിജയകുമാർ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. മൊമെന്റോ നൽകുന്നതിനായി ബഹുമാന MB അവരെ ക്ഷണിക്കുന്നു. സൂര്യകിരൺ MR. സൂര്യകിരൺ MR ദയവായി സ്കോളർഷിപ്പ് ലഭിച്ച കുട്ടികൾ. സൂര്യകുമാർ MR സ്കോളർഷിപ്പ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് തുമ്പമോൻ മെറിറ്റ് സ്കോളർഷിപ്പ് ലേറ്റ് VJ ചാക്കോ. സ്കോളർഷിപ്പ് നൽകുന്നതിനായി KKS പ്രസിഡന്റ് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. മൊമെന്റോ നൽകുന്നതിനായി ബഹുമാന MLA അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്കോളർഷിപ്പ് നൽകുന്നതിനായി കലാസമിതി സെക്രട്ടറി അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. മൊമെന്റോ നൽകുന്നതിനായി കലാസമിതി പ്രസിഡന്റ് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. G വിഷ്ണുപ്രഭ. സ്കോളർഷിപ്പ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ശ്രീ നാരായണ മെറിറ്റ് സ്കോളർഷിപ്പ് ലേറ്റ് MK ലക്ഷ്മണൻ. സ്കോളർഷിപ്പ് നൽകുന്നതിനായി PG മോഹനകുമാർ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. മൊമെന്റോ നൽകുന്നതിനായി നന്ദിനി മേനോൻ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്കോളർഷിപ്പ് സ്പോൺസർ ചെയ്യുന്നത് നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞു പോയ ബിജു ഭദ്രൻ അവരുടെ പേരിലാണ്. സ്കോളർഷിപ്പ് നൽകുന്നതിനായി ബഹുമാന MB അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. മൊമെന്റോ നൽകുന്നതിനായി കലാസമിതി പ്രസിഡന്റ് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. CBSE ഹയർ സെക്കൻഡറി വിഭാഗം നവനീത് S കൃഷ്ണ. കൊരാട്ട് നാരായണപിള്ള NM പിള്ള അവർകളാണ്. സ്കോളർഷിപ്പ് നൽകുന്നതിനായി ബഹുമാന NM പിള്ള അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. മൊമെന്റോ നൽകുന്നതിനായി ബഹുമാന MB അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. അനന്യ ശ്രീനിവാസൻ.
സ്റ്റേറ്റ് സിലബസ് നയന ഗിരീഷ്. സ്കോളർഷിപ്പ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കോരോട്ട് ദേവികമ്മ NM പിള്ള. സ്കോളർഷിപ്പ് നൽകുന്നതിനായി അനിത പിള്ള അവർകളെ ക്ഷണിച്ചു കൊള്ളുന്നു. അനന്യ ശ്രീനിവാസൻ, ബിജു ഭരതൻ അവരുടെ സ്കോളർഷിപ്പ് സ്പോൺസറാണ്. സ്കോളർഷിപ്പ് നൽകുന്നതിനായി KKS ജനറൽ സെക്രട്ടറി അവർകളെ ക്ഷണിച്ചു കൊള്ളുന്നു. മൊമെന്റോ നൽകുന്നതിനായി KKS ട്രഷറർ അവർകളെ ക്ഷണിച്ചു കൊള്ളുന്നു. താങ്ക് യു. മത്സരം നടത്തിയിരുന്നു ഓണത്തിനാണ്. അതിന് പ്രൈസ് കിട്ടിയ ടീമിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. അതിന് ഞാൻ ജനറൽ സെക്രട്ടറി തിരുവോണം ദിവസം ഇവിടെ നടന്ന പൂക്കള മത്സരത്തിന് 3rd പ്രൈസ് കിട്ടിയ ഭീമ ജ്വല്ലറി 3rd പ്രൈസ് കിട്ടിയ ഭീമ ജ്വല്ലറി പ്രതിനിധികൾ ഇവിടെ ഉണ്ടെങ്കിൽ ഉടനെ സ്റ്റേജിലേക്ക് എത്തണം. റോക്കിംഗ് സ്റ്റാർ അടുത്ത കൺസോലേഷൻ പ്രൈസസ് ആണ്. കൈരളി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രതിനിധികൾ ഉണ്ടെങ്കിൽ ഉടനെ സ്റ്റേജിലേക്ക് വരണം. ഷൈബാൻ ടീം. അടുത്ത ഷമീർ ആൻഡ് ടീം കൺസോലേഷൻ പ്രൈസ്. ഷമീർ ആൻഡ് ടീം. റോസി ആൻഡ് ടീം പ്രതിനിധികളെ സ്റ്റേജിലോട്ട് ക്ഷണിച്ചു കൊടുക്കുന്നു. ജോസ് പതിപ്പിൻ്റെ റിലീസാണ്. ഇതിനുവേണ്ടി ഇതിൻ്റെ ചീഫ് എഡിറ്റർ, മാനേജിംഗ് എഡിറ്റർ, എഡിറ്റേഴ്സ് എല്ലാവരെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. മനോജിന് വരാൻ സാധിക്കില്ല, കാരണം മനോജ് അവിടെ ഇതിൻ്റെ ടെക്നിക്കൽ ഇതിലിരിക്കുകയാണ്. അപ്പം ചീഫ് എഡിറ്ററുണ്ട്, മാനേജിംഗ് എഡിറ്ററുണ്ട്. നമ്മുടെ കലാകേരളം മാഗസിൻ അതിൻ്റെ പ്രിപ്പറേഷനും അതിൻ്റെ ഇതിന് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ സാമ്പിൾ കോപ്പികൾ ഇവിടെ റിലീസ് ചെയ്യുന്നു. നിങ്ങളുടെ വീടുകളിൽ, ഭവനങ്ങളിൽ അതിൻ്റെ കോപ്പികൾ എത്തിക്കുന്നതാണ്. അതിൻ്റെ നമ്മുടെ കലാകാരൻ മാസികയുടെ ചീഫ് എഡിറ്റർ നന്ദിനി മാഡം, ബെന്നി മേനോൻ MP, അതുപോലെ തന്നെ നമ്മുടെ MLA, ഇവരുടെ 3 പേരും ചേർന്ന് ഇത് റിലീസ് ചെയ്യുന്നു. മാവേലിക്കര MLA MS അരുൺകുമാർ സാറിനെ ആദരിക്കുന്നതിന് വേണ്ടി പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും വൈസ് പ്രസിഡന്റ് 2 കൂടെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. വൈസ് പ്രസിഡന്റ് 2 അവരെല്ലാം ഭക്ഷണത്തിൽ. അടുത്തത് നമ്മുടെ കൈരളിയുടെ പ്രസിഡന്റാണ്, അദ്ദേഹം വന്നിട്ടില്ല. കൈരളിയുടെ പ്രസിഡന്റ് ശ്രീ ശശിധരൻ പിള്ള സാറിനെ ബഹുമാനപ്പെട്ട സാർ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യം ഞങ്ങൾ വിളിച്ചത് സാറിപ്പോൾ വന്നില്ല. അടുത്തത്
സാഹിത്യ അക്കാദമി അവാർഡിൽ നമ്മുടെ പ്രിയങ്കരിയായ നന്ദിനി മേനോനെ ആദരിക്കുന്നതിന് വേണ്ടി ജോളി ടോമസിനെയും സീമ വിജയനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അടുത്ത വിശാഖ മലയാളി വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീമാൻ വർഗീസ് സാറിനെ ആദരിക്കുന്നതിന് വേണ്ടി കെ ജോൺ സാറിനെയും വി തുളസിറാം സാറിനെയും ഒപ്പം എന്നെയും ഞാൻ ക്ഷണിക്കുന്നു. സഖാവാണ്. അതുപോലെ പബ്ലിക് മീറ്റിംഗ് അവസാനിക്കുകയാണ്. നമ്മൾ സൈഡിലെ ഹാളിൽ നമ്മുടെ ഓണസദ്യ ഇതിനോടകം തന്നെ തുടങ്ങി കഴിഞ്ഞിരുന്നു. പക്ഷെങ്കിൽ നമ്മുടെ കലാപരിപാടികൾ ഇവിടെ എത്രയും വേഗം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആരംഭിക്കുന്നതാണ്. പാട്ടും നൃത്തവും നിറമോളിയും ഒത്തുചേർന്ന ഈ വേദിയിൽ ഇന്ന് നമുക്ക് ഓർമ്മിച്ച് ഓർമ്മയായി യാത്ര തുടങ്ങി. ഓണം വെറും നമ്മളെല്ലാവർക്കും ഒരു ഉത്സവം മാത്രമല്ല, അല്ലേ? കേരളത്തിന്റെ ആത്മാവാണ്. പാട്ടിലും കലകളിലും സൗഹൃദത്തിലും ഒത്തുചേർച്ചയിലുമാണ് അതിൻ്റെ ഒരു സൗന്ദര്യം. നമുക്ക് നമ്മുടെ കലാപരിപാടിയിലേക്ക് പോകുന്ന മുമ്പ് നമുക്കൊരു വൈബ് ചെക്ക് ആയാലോ?
നൃത്യമാണ് മോഹിനിയാട്ടം. വേദിയിലേക്ക് വരുന്നത് ഇഷ പ്രശാന്ത്. അവരുടെ മനോഹരമായ ഭാവവും ലാസ്യ ചുവടുകളും നമ്മെ ഒരു സ്വപ്ന ലോകത്തേക്ക് കൊണ്ടുപോകട്ടെ. ലെറ്റ്സ് വെൽക്കം ഇഷ പ്രശാന്ത് ടു ദ ഡയസ്. പുറങ്ങളിലെ ഉത്സവ സൗന്ദര്യം നമുക്ക് കാണിച്ചു തരാൻ ഒരുങ്ങുന്നത് ഇഷാനി പ്രിജി. ആവേശത്തോടെ കയ്യടിയോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. കളിക്കൂട്ടും ചിരിയും വേണ്ടേ? അത് തന്നെയാണ് ഒരു ഫോക്ക് ഡാൻസ് നമുക്ക് സമ്മാനിക്കുന്നത്. ഇപ്പോൾ വേദിയിലേക്ക് വരുന്നത് പ്രിയയ്ക്കും മാലോട്ടിയും. ലെറ്റ്സ് വെൽക്കം ദം.